മലപ്പുറം ജില്ലയിലെ തിരൂരായിരുന്നു അരവിന്ദന്റെ ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം. അരവിന്ദൻ ഒരു പ്രവാസിയായിരുന്നു. മൂത്ത മകൻ അർജുൻ വിവാഹം കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. രണ്ടാമത്തവൾ അപർണ, അവളുടെയും വിവാഹം കഴിഞ്ഞിരുന്നു. ഇളയവൾ ആതിര +2 പഠിക്കുന്നു. 24 വർഷത്തോളം പ്രവാസി ജീവിതം നയിച്ച അരവിന്ദന്റെ കയ്യിൽ കാര്യമായ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. 3 മക്കളുടെ പഠനം, ചിലവ്, വീട്, 2 പേരുടെ വിവാഹം ഇവയെല്ലാം അയാളുടെ സമ്പാദ്യം കൊണ്ടാണ് നടത്തിയത്. അയാളുടെ 55-ാമത്തെ വയസ്സിലായിരുന്നു രണ്ടാമത്തെ മകളുടെ വിവാഹം. ഇതിനുശേഷം പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന അരവിന്ദൻ തിരികെ ഗൾഫിലേക്ക് പോയില്ല. കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണം ഉപയോഗിച്ച് ഒരു പലചരക്ക് കട തുടങ്ങി. ഇനി നാട്ടിൽ കൂടാം, അങ്ങനെയായിരുന്നു അയാളുടെ തീരുമാനം. അങ്ങനെ ആതിര +2 നല്ല മാർക്കോടുകൂടി പാസ്സായി. പഠിക്കാൻ അവൾ നല്ല മിടുക്കിയായിരുന്നു. പഠിക്കണം, നല്ല ജോലി വാങ്ങണം, അച്ഛനെ സഹായിക്കണം എന്നൊക്കെ അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ +2 റിസൾട്ട് വന്നതിന് ശേഷം അടുത്തുള്ള കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നടന്നായിരുന്നു അവളുടെ കോളേജിലേക്കുള്ള യാത്ര. വീടിന്റെ അടുത്ത് തന്നെയുള്ള 2 കുട്ടികളും കൂടെ ഉണ്ടാവും. ഇവർ ഒരുമിച്ചാണ് എപ്പോഴും പോകുന്നതും വരുന്നതും. ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ കോളേജിന്റെ അടുത്തുള്ള ബേക്കറിയിൽ നിന്നും മിക്കവാറും ചായയും കടിയും ഒക്കെ കഴിക്കുന്നത് അവരുടെ ഒരു പതിവായിരുന്നു. ബേക്കറിയുടെ ഉടമ പ്രായമായ ഒരാളായിരുന്നു. ഇവരോട് അയാൾ നന്നായിട്ട് സംസാരിക്കും. ഒരു ദിവസം കടയടച്ച് വീട്ടിൽ വന്ന അരവിന്ദൻ മീനാക്ഷിയോട് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു, മോൾക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. മീനാക്ഷി പറഞ്ഞു, അവൾ ചെറിയ കുട്ടിയല്ലേ, പഠിക്കുവല്ലേ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള അത്രയും പണമൊന്നും നമുക്കില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നും കൊടുക്കണ്ട, മോളെ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. മാത്രമല്ല, കല്യാണത്തിന് ശേഷം അവളെ പഠിപ്പിക്കാനും അവർക്ക് സമ്മതമാണ്. ഞാൻ അന്വേഷിച്ചിട്ട് ഇപ്പോൾ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്രയും വലിയൊരു ബന്ധമാണിത്. മീനാക്ഷി ചോദിച്ചു, ഏതാ കുടുംബം, എവിടെയാ നാട്, അവർക്ക് എങ്ങനെയാ മോളെ അറിയാം? അയാൾ പറഞ്ഞു, ടൗണിൽ അവളുടെ കോളേജിന്റെ അടുത്ത് ബേക്കറി നടത്തുന്ന സുധാകരന്റെ ഇളയ മകന് വേണ്ടിയാണ്. ചെക്കൻ ദുബായിൽ അക്കൗണ്ടന്റ് ആണ്. നല്ല സാമ്പത്തികമുള്ള വലിയ കുടുംബം. സുധാകരൻ നേരിട്ട് വന്നാണ് എന്നോട് വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. മോൾ എല്ലാ ദിവസവും അയാളുടെ ബേക്കറിയിൽ കയറി ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ടത്രേ. അങ്ങനെയാണ് അയാൾക്ക് അവളെ പരിചയം. എന്റെ സുഹൃത്തിന്റെ മകൻ നൗഫൽ ദുബായിൽ ഈ പയ്യൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അടുത്താണത്രേ ജോലി ചെയ്യുന്നത്. ഞാൻ അവനെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കാം. അതിനുശേഷം മോളോട് ഇതിനെക്കുറിച്ച് പറയാം. അതുവരെ നീ അവളോടൊന്നും പറയണ്ട. അങ്ങനെ കുറച്ച് അന്വേഷണത്തിന് ശേഷം ഈ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകാം എന്നവർ തീരുമാനിച്ചു. ആതിരയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചേട്ടനും ചേച്ചിയും എല്ലാം കൂടി നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ, വിവാഹശേഷം അവർ നിന്നെ പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ സമ്മതം മൂളി. അങ്ങനെ സുധാകരന്റെ ഇളയ മകനായ ഹേമന്ത് നാട്ടിലെത്തി. അങ്ങനെ ഹേമന്തും ആതിരയും തമ്മിൽ കണ്ടു. ഇരുവരും തമ്മിൽ സംസാരിച്ച ശേഷം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹശേഷം ആതിര ഹേമന്തിന്റെ വീട്ടിലെത്തി. അവിടെ എല്ലാവർക്കും അവളെ വലിയ ഇഷ്ടമായിരുന്നു. അവളുടെ ചെറിയ വീട്ടിൽ നിന്നും ഹേമന്തിന്റെ വീട്ടിലേക്ക് എത്തിയ അവൾക്ക് അതൊരു കൊട്ടാരം പോലെയായിരുന്നു. കുട്ടിക്കളി മാറാത്തത് കൊണ്ട് തന്നെ രാവിലെ എണീക്കണമെന്നോ അവരുടെ കൂടെ എന്തെങ്കിലും ജോലിയെ സഹായിക്കണമെന്നോ എന്നൊന്നും ആതിരയ്ക്ക് അറിയില്ലായിരുന്നു. അവിടെ ആർക്കും അതിലൊരു പരിഭവവും പരാതിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അവിടെ വലിയ സന്തോഷവതിയായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം അവൾ വീണ്ടും ക്ലാസ്സിന് പോവാൻ തുടങ്ങി. ഹേമന്തിന്റെ ലീവും തീരാറായി. അതിനിടയിൽ വിരുന്നുകളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഹേമന്തിന്റെ ലീവ് കഴിഞ്ഞ് തിരികെ പോകാനുള്ള ദിവസമായി. അവനെ യാത്രയാക്കാൻ സുധാകരനും മീനാക്ഷിയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ആതിര വലിയ വിഷമത്തിലായി. ക്ലാസ്സും കോളേജും ഒക്കെയായി വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ ഒരു ദിവസം ഹേമന്ത് അവളെ വിളിച്ചപ്പോൾ പറഞ്ഞു, നാളെ തന്നെ നീ അച്ഛൻ്റെ കൂടെ പോയി പാസ്പോർട്ട് എടുക്കണം. വെക്കേഷന് നീ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിൽക്കാം. ക്ലാസ് തുടങ്ങുമ്പോഴേക്കും തിരിച്ചു പോകാം. ആതിരയ്ക്ക് അത് വലിയ സന്തോഷമായി. ആതിര അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപായി തന്നെ മീനാക്ഷി കുറേ കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ ഹേമന്തിന്റെ അച്ഛനും അമ്മയും മകന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. അങ്ങനെ ആതിര വളരെ സന്തോഷത്തോടു കൂടി ഹേമന്തിന്റെ അടുത്തേക്ക് പോയി. അവിടെ എത്തിയ ആതിരയ്ക്ക് അതെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു. 2-3 ദിവസമൊക്കെ അവൻ ഭക്ഷണമെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്തു. ഹേമന്ത് അവളെയുമായി പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയി. അങ്ങനെ ഹേമന്തിന് തിരികെ ജോലിയിൽ പ്രവേശിക്കേണ്ട സമയമായി. അവന് രാവിലെ 7 മണിയാവുമ്പോൾ തന്നെ റൂമിൽ നിന്നും ഇറങ്ങണം. അവൾ മീനാക്ഷിയോട് ചോദിച്ച് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായി പഠിച്ചിരുന്നു. അവൻ ഡ്യൂട്ടിക്ക് പോയാൽ പിന്നെ ആതിര റൂമിൽ ഒറ്റയ്ക്കാണ്. അങ്ങനെ അവളും റൂമിലിരുന്ന് ചെറിയ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി പഠിച്ചു. വീട് വൃത്തിയാക്കാനും ഹേമന്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ തുടങ്ങി. കുട്ടികളെയൊക്കെ മാറി ചെറുതായിട്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു തുടങ്ങി. മിക്കവാറും ഹേമന്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ വളരെ ലേറ്റ് ആവും. അവൾ കിടന്നിട്ടുണ്ടാവും. പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത് എന്ന് അവൻ പറയും. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ കുളിച്ച് ഫ്രഷായി എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഫോണൊക്കെ കളിച്ച് ആരോടെങ്കിലുമൊക്കെ ഫോണിൽ സംസാരിക്കും. അതൊക്കെയായിരുന്നു ഹേമന്തിന്റെ സ്ഥിരം പരിപാടി. ദിവസങ്ങൾ അങ്ങനെ പലതും കടന്നുപോയി. ഹേമന്ത് ആതിരയോട് സംസാരിക്കുന്നത് തന്നെ വളരെ കുറഞ്ഞു വന്നു. ഇതിനിടയിൽ ആതിരയുടെ വിസയുടെ കാലാവധി തീർന്നു.
കോളേജ് തുറക്കാനുമായി. നാട്ടിലേക്ക് തിരികെ പോവാനുള്ള ടിക്കറ്റും എടുത്തു. ഒരു ദിവസം ഹേമന്ത് ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോൾ ആതിര അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നാട്ടിലേക്ക് തിരികെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് അവൾ തയ്യാറാക്കി വെച്ചിരുന്നു. ചേട്ടൻ വന്നിട്ട് വേണം പോവാൻ. ഡ്യൂട്ടി കഴിഞ്ഞു വന്ന ഹേമന്ത് വളരെയധികം ക്ഷീണിതനായിരുന്നു. അവനെ കണ്ടയുടനെ ആതിര ചോദിച്ചു, ഏട്ടൻ എന്താ പറ്റിയത്? വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ചായ എന്തെങ്കിലും വേണോ? അവൻ ഒന്നും മിണ്ടിയില്ല. 2-3 വട്ടം അവൾ അങ്ങനെ ചോദിച്ചു. അവന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവൾക്ക് വല്ലാത്ത ഒരു ഗന്ധം തോന്നി. അവൾ ചോദിച്ചു, നിങ്ങൾ എന്താ മദ്യപിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അവൾ അവനോട് ചോദിച്ചു. ഞാൻ വീട്ടിലോട്ട് വിളിച്ച് പറയും. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ പണം കൊണ്ടാണ് മദ്യപിച്ചത്. അത് ചോദ്യം ചെയ്യാൻ നീ ആരാ? ഞാൻ എന്റെ പണം കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. ഹേമന്തിന്റെ അങ്ങനെ ഒരു മുഖം അവൾ ആദ്യമായി കാണുകയായിരുന്നു. ഇതെങ്ങാനും നീ വീട്ടിലേക്ക് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും. അവൻ വളരെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു. അവൾ പേടിച്ചു പോയി. ഇനി നീ പഠിക്കാനൊന്നും പോവണ്ട. നിന്റെ വിസ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. പഠിച്ചതൊക്കെ മതി. ഇവിടെ നിന്ന് എന്റെ കാര്യങ്ങൾ നോക്ക്. അവൾ ആകെ തളർന്നുപോയി. വീട്ടിൽ വിളിച്ചപ്പോൾ പറയാനും പേടി. ഇതെങ്ങാനും പറഞ്ഞാൽ ഹേമന്ത് തന്നെ ഉപദ്രവിച്ചാലോ? എല്ലാം സഹിച്ച് അവൾ അവിടെ ജീവിച്ചു. ഇതിനിടയിൽ ആതിര ഗർഭിണിയായി. ഇതറിഞ്ഞ നിമിഷം ഉള്ളിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നെങ്കിലും അവൾ സന്തോഷിച്ചു. അവൾ 2 വീട്ടിലും വിളിച്ച് വിവരം അറിയിച്ചു. എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. ഹേമന്തിനോട് പറഞ്ഞപ്പോൾ അവനും വലിയ സന്തോഷമായിരുന്നു. അവന്റെ സ്വഭാവം പല സമയത്തും പലതായിരുന്നു. ചിലപ്പോൾ വലിയ സ്നേഹം, ചിലപ്പോൾ ദേഷ്യം. ഒന്നും സംസാരിക്കില്ല. എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് പോലും മനസ്സിലാവില്ല. ചിലപ്പോൾ ദേഷ്യം വന്നാൽ സാധനങ്ങൾ എടുത്തെറിഞ്ഞു ഉടയ്ക്കും. അവളെ ഉപദ്രവിക്കുകയും ചെയ്യും. ഉള്ളിൽ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നെങ്കിലും അവന്റെ കൂടെ മാക്സിമം ജീവിക്കാൻ അവൾ ശ്രമിച്ചു. കാരണം അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നെങ്കിലും അവന്റെ ദുശീലങ്ങളൊക്കെ മാറുമെന്ന് അവൾ വിചാരിച്ചു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഹേമന്തിന് ലീവായിരുന്നു. ഫോൺ റൂമിൽ വെച്ചിട്ട് അവൻ കുളിക്കാൻ കയറി. ബെഡിലിരിക്കുകയായിരുന്ന ആതിര ഹേമന്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ടാണ് ഫോൺ എടുത്തത്. ഹലോ എന്ന് പറഞ്ഞതും കോൾ കട്ടായി. കരീം എന്ന പേരിൽ സേവ് ചെയ്തിരുന്ന നമ്പറിൽ നിന്നാണ് കോൾ വന്നത്. കുറച്ചു കഴിഞ്ഞ് പിന്നെയും കോൾ വന്നു. അവൾ എടുത്തപ്പോൾ വീണ്ടും കട്ടാക്കി. അവൾക്കതെന്തോ ഒരു വലിയ സംശയമായി. ഒരിക്കൽ പോലും ഇതിനു മുൻപ് അവൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടില്ല. പക്ഷേ അന്നെന്തോ ഒരു കരട് അവളുടെ മനസ്സിൽ കുടുങ്ങി. ഹേമന്തിന്റെ ഫോൺ ചെക്ക് ചെയ്യാമെന്ന് കരുതി നോക്കിയപ്പോൾ പാസ്വേഡ് മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും അവൻ കുളി കഴിഞ്ഞിറങ്ങി. ഫോൺ എടുത്തു നോക്കി. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. കോൾ വന്നതും അറ്റൻഡ് ചെയ്തതുമെല്ലാം അവന് മനസ്സിലായി. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും അവൻ ആതിരയോട് ചോദിച്ചില്ല. ഇതോടുകൂടി അവളുടെ സംശയം കൂടി. എങ്ങനെയെങ്കിലും അവന്റെ ഫോണിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കണം. അങ്ങനെ രാത്രിയിൽ കിടക്കുമ്പോഴൊക്കെ അവൾ ഉറക്കം നടിച്ചു കിടന്നു. അവൻ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡ് നോക്കി പഠിച്ചു. പിന്നത്തെ ഒരു ദിവസം രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഹേമന്ത് കുടിച്ച് വളരെയധികം ക്ഷീണിതനായാണ് റൂമിലെത്തിയത്. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം അവൾ പരിശോധിച്ചു. അവന് പല സ്ത്രീകളുമായി വഴിവിഴച്ച ബന്ധമുള്ളതായി അവൾ കണ്ടെത്തി. പുരുഷന്മാരുടെ പേരിൽ സേവ് ചെയ്തിരിക്കുന്ന പല നമ്പറുകളിലും സ്ത്രീകളുടേതാണ്. പല വഴിവിട്ട ചാറ്റുകളും ഫോട്ടോസും അവൾ കണ്ടു. ഇതോടുകൂടി അവൾ ആകെ തകർന്നുപോയി. അവൾക്ക് ഹേമന്തിനോട് അറപ്പും വെറുപ്പും ഒക്കെ തോന്നി. ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ടിയാണോ നല്ല ബുദ്ധി തോന്നിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും നാളും സഹിച്ചതും ക്ഷമിച്ചതും. നാളെ നേരം വെളുത്താൽ ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് ചോദിക്കും. അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. കുറെ കരഞ്ഞു. ഗർഭിണിയായ അവൾ അവനു വേണ്ടി ഒരുപാട് സഹിച്ചിരുന്നു. അവൾക്ക് എല്ലാം ആരോടെങ്കിലും തുറന്നു പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. ഹേമന്തിന്റെ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവർക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാം അവൻ നല്ല ഒരു മനുഷ്യനാണ്. അങ്ങനെ നാട്ടിൽ നേരം വെളുക്കുന്ന സമയമായപ്പോൾ തന്നെ അവൾ വിഷമത്തോടുകൂടി സഹോദരനായ അർജുനോട് ഫോൺ ചെയ്ത് ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇത് കേട്ട അർജുൻ ഞെട്ടി. അതുവരെ തന്റെ പെങ്ങളെ ഒരു സുരക്ഷിതമായ കൈകളിലാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന വിശ്വാസമായിരുന്നു ആ സഹോദരന്. അവൾ പറഞ്ഞു, ചേട്ടൻ ഇതൊന്നും ആരോടും പറയണ്ട, ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് ചോദിക്കും. അങ്ങനെ ഉറക്കമുണർന്ന ഹേമന്തിനോട് അവൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു. അവൻ ആകെ ദേഷ്യം വന്നു. അവളെ അവൻ ഒരുപാട് ഉപദ്രവിച്ചു. ഒരു ഗർഭിണിയാണെന്ന് പോലും വകവയ്ക്കാതെ. ആതിര കുറെ തടയാൻ ശ്രമിച്ചു. പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല. അവസാനം ദേഷ്യം പിടിച്ച് ഹേമന്ത് റൂമിൽ നിന്നും എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. കരഞ്ഞു തളർന്ന ആതിര വീണ്ടും സഹോദരനെ വിളിച്ച് ഇതെല്ലാം പറഞ്ഞു. പെട്ടെന്ന് തന്നെ അർജുൻ അച്ഛന്റെ സുഹൃത്തിന്റെ മകനായ നൗഫലിന്റെ നമ്പറിലേക്ക് വിളിച്ചു. ആതിരയുടെ ഫ്ളാറ്റിന്റെ അടുത്തെവിടെയോ ആയിരുന്നു നൗഫലിന്റെ ഫ്ളാറ്റും. പെട്ടെന്ന് തന്നെ ആതിരയുടെ ഫോണിലേക്ക് നൗഫൽ വിളിച്ചു. ഫോൺ എടുത്ത് ആതിരയോട് അവൻ പറഞ്ഞു, ഞാൻ നൗഫലാണ്. നീ ഫ്ളാറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങ്. പാസ്പോർട്ടും എടുത്തു. എനിക്ക് നിന്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചതാ. ഞാൻ അങ്ങോട്ടേക്ക് വരാം. അവൾക്ക് ഒട്ടും വയ്യാതെയായിരുന്നു. ശരീരമാസകലം വേദന. അവൾ എങ്ങനെയൊക്കെയോ പാസ്പോർട്ട് എടുത്തുകൊണ്ട് ധൈര്യം സംഭരിച്ച് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഫ്ളാറ്റിന്റെ പുറത്ത് കുറച്ചു സമയം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ അച്ഛന്റെ സുഹൃത്തിന്റെ മകനായ നൗഫൽ അങ്ങോട്ട് വണ്ടിയുമായി വന്നു. ആതിരയെ കുറെ നാളുകൾക്ക് ശേഷമായിരുന്നു നൗഫൽ അപ്പോൾ കാണുന്നത്. ഗർഭിണിയായ അവൾ
ചുണ്ടൊക്കെ പൊട്ടി മുഖമൊക്കെ വീങ്ങി അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. അങ്ങനെ ആതിര നൗഫലിന്റെ വണ്ടിയിലേക്ക് കയറി അവളെ അയാളുടെ റൂമിലേക്ക് കൊണ്ടുപോയി. അയാളുടെ ഭാര്യയും കുഞ്ഞും അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് ഭക്ഷണവും വെള്ളവും ഡ്രസ്സും ഒക്കെ അവർ കൊടുത്തു. തലേ ദിവസം രാത്രി മുതൽ അവൾ ഒന്നും കഴിച്ചിരുന്നില്ല. നൗഫലും ഭാര്യയും പറഞ്ഞു നമുക്ക് അവനെതിരെ കേസ് കൊടുക്കാം. എന്നാൽ ആതിര അതിനൊന്നും സമ്മതിച്ചില്ല. ഇതിനിടയിൽ നൗഫൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. കുടിച്ച് വെളിവില്ലാതെ രാത്രി റൂമിലെത്തിയ ഹേമന്ത് ആതിര അവിടെ റൂമിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. എന്നാൽ ആതിര അവിടെ കാണാതിരുന്നപ്പോൾ അവനാകെ ടെൻഷനായി. ഇതിനു മുമ്പും ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവൾ എല്ലാം സഹിച്ച് അവിടെ നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എവിടെ പോയി? ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല. അയാൾക്ക് നേരെ ചൊവ്വെ തറയിൽ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവൻ വാതിൽ തുറന്നു. ആതിര ആയിരിക്കുമെന്നാണ് അവൻ വിചാരിച്ച്. ഇന്ന് ഞാൻ അവളെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് അവൻ കണ്ടത് നൗഫലിനെയും സുഹൃത്തുക്കളെയുമാണ്. ആദ്യം തന്നെ നൗഫലും സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചേർന്ന് അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവന്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അതിനുശേഷം അവരെല്ലാവരും കൂടി ചേർന്ന് ഹേമന്തിന് നന്നായിട്ട് പെരുമാറി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നൗഫൽ ആതിരയ്ക്ക് തിരികെ നാട്ടിലേക്ക് പോവാനുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തു. അവൾ തിരികെ നാട്ടിലേക്ക് പോയി. ആതിര തിരികെ നാട്ടിലെത്തിയപ്പോഴേക്കും കുടുംബക്കാരും നാട്ടുകാരും എല്ലാം ഹേമന്തിന്റെ സ്വഭാവം അറിഞ്ഞിരുന്നു. കാരണം നൗഫൽ എടുത്ത വീഡിയോ അവൻ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അയച്ചിരുന്നു. അതോടെ അവൻ നാണം കെട്ടു. ഇതെല്ലാം അറിഞ്ഞ ഹേമന്തിന്റെ അച്ഛനും അമ്മയും അവളെ കാണാൻ വന്നു. അവർക്ക് മകന്റെ ഈ ദുസ്വഭാവങ്ങളൊന്നും അറിയില്ലായിരുന്നു. അമ്മ അവളോട് കുറെ ക്ഷമ പറഞ്ഞു. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു മോളെ. അവൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്തിട്ടാണോ എന്നറിയില്ല. അവൾ പിന്നെ ആരുടെയും മുന്നിൽ കരഞ്ഞില്ല. അവൾ വീണ്ടും പഠിക്കാൻ തുടങ്ങി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഹേമന്തിന്റെ വീട്ടുകാരെ കുഞ്ഞിനെ കാണാൻ വന്നു. അവൾ പഠനം നിർത്തിയില്ല. ഒരു തടസ്സവും തന്റെ പഠിത്തത്തെ ബാധിക്കില്ല എന്നവൾ തീരുമാനിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അതിനിടയിൽ അവളുടെ കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേളായി അവൾ ജോലിക്ക് കയറി. അതിനോടൊപ്പം തന്നെ അവളുടെ പഠനവും തുടർന്നു. അങ്ങനെ അത്യാവശ്യം സാലറിയുള്ള ഒരു ജോലി അവൾക്ക് കിട്ടി. ആരോടും ഒരു പരിഭവവും പരാതിയും പറയാതെ അവൾ തന്റെ കുഞ്ഞിനെയും വളർത്തി അച്ഛന്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചു. ഹേമന്തിന്റെ നാണക്കേട് കാരണം അവനെ നാട്ടിലേക്ക് പിന്നീട് വരാനും സാധിച്ചില്ല. വന്നാലും തന്റെ മകനെ വീട്ടിൽ കയറ്റില്ലെന്ന് ആ അച്ഛനും പറഞ്ഞു.